ഒരു ആധാരം എഴുതും കേട്ടോ ഈ വർഷം. എങ്ങനെ നടക്കുമെന്ന് നീ പലവട്ടം ചിന്തിച്ചു, പക്ഷെ നിന്റെ വിചാരങ്ങളല്ല നിന്റെ വിചാരങ്ങളെന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. നിന്റെ ബുദ്ധിക്കോ ശക്തിക്കോ ഒന്നും സംഭവിക്കത്തില്ല. നവംബർ മാസത്തോടെ ആമേൻ ഹല്ലേലൂയ നീ എഴുതുവാൻ തയ്യാറായിക്കോ. ആധാരം എഴുതി നിന്റെ കരത്തിൽ വരും. ഒരു 6 ആഴ്ച കഴിയുമ്പോൾ നിന്റെ ഭവനത്തിനകത്ത് നീ ആഗ്രഹിച്ചൊരു വ്യക്തിയുടെ മാനസാന്തരം കർത്താവ് തരും. ഞാൻ കാണുന്ന ഒരു വ്യക്തിയെ, ഒരു പുരുഷനെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ സന്ദർശിക്കുന്നുണ്ട്. അവന്റെ കരത്തിൽ പിടിച്ചിട്ട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ഞാൻ ഇവനെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. എന്റെ മാർഗത്തിലൂടെ ഞാൻ ഇവനെ കൊണ്ടുവരും. അതിന് തടസ്സം നിൽക്കുന്ന സകല മേഖലകളിൽ നിന്ന് പകൽ ആത്മാവിൽ ബ്രേക്ക് ചെയ്യുക. ഉയർച്ചയ്ക്ക് വിരോധമായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ ആധിപത്യങ്ങളിൽ ഇന്ന് പകൽ ഉടയട്ടെ. ഇന്ന് ഇതിന്റെ അകത്ത് അസാധാരണ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട് കേട്ടോ. എത്ര പേർക്ക് തിരിച്ചറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വന്നിരുന്നപ്പോൾ മുതൽ ഞാൻ കാണുന്നത് ഇടിൽ മിന്നൽ പോലെ ദൈവത്തിന്റെ സാന്നിധ്യം. ഒരു നിമിഷം ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു സാന്നിധ്യം ഇതിന്റെ അകത്ത് ആരാധന തുടങ്ങിയപ്പോൾ മുതൽ ആ ആത്മ സാന്നിധ്യം ഞാൻ അനുഭവിക്കുകയാണ്. ഇതിന്റെ അകത്ത് പരിശുദ്ധമ പറയുന്നു, ഭവനമില്ലാത്ത 3 വ്യക്തികൾക്ക് ഈ വർഷം തീരുന്നതിന് മുമ്പ് അവരുടെ ഭവനത്തിന്റെ കർത്താവ് വരും. വിശ്വസിച്ചോ? ഭവനമില്ലാത്തവർ വിശ്വസിച്ചോ? ഒരു വീടില്ലെന്ന് ഒത്തിരി പരിഹാസം കേട്ടവളാണ് ഞാൻ. ഞാനൊരു സാക്ഷ്യമാണെന്നേ. എന്നെ നടത്തിയ ദൈവം നിങ്ങളെയും നടത്തും. എനിക്ക് ചെയ്ത അത്ഭുതം നിങ്ങളെ മേൽ സംഭവിക്കും. ഇന്ന് ഈ സാക്ഷ്യം പറഞ്ഞൊരു പൊങ്ങച്ചം പറയുവാൻ കയറി നിന്നതല്ല, പരിശുദ്ധമ പറയുവാൻ പ്രേരിപ്പിച്ചത് കൊണ്ടാ. എന്തിനാണെന്നറിയോ? ഒരു സാക്ഷ്യം ഒരു സാക്ഷ്യത്തെ മറുസാക്ഷ്യത്തെ ഉളവാക്കും. 3 വ്യക്തികൾ ഇതിനകത്ത് തയ്യാറായിക്കോ. ഈ വർഷം തീരുന്നതിന് മുമ്പ് ഒരു